ചെങ്ങന്നൂർ നിയോജക മണ്ഡലം തല സ്കൂൾ പ്രവേശന ഉത്സവത്തിന്റെ ഉദ്ഘാടനം ചെറിയനാട് JB സ്കൂളിൽ നടന്നു. സജി ചെറിയാൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. ചെങ്ങന്നൂർ നിയോജക മണ്ഡലത്തിലെ സ്കൂൾ പ്രവേശനോത്സവം ചെറിയനാട് JB സ്കൂളിൽ നടന്നു. സജി ചെറിയാൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. കുട്ടികളുടെ ജീവിത വിജയത്തിന് മാതാപിതാക്കളുടെ നിരന്തരമായ ഇടപെടലുകളും ശിക്ഷണവും അത്യാവശ്യമാണെന്ന് സജി ചെറിയാൻ പറഞ്ഞു. സ്കൂളിന് പുതിയ ബസ് വാങ്ങുന്നതിനായി 25 ലക്ഷം രൂപ MLA ഫണ്ടിൽ നിന്നും അനുവദിച്ചതായും സജി ചെറിയാൻ MLA പ്രഖ്യാപിച്ചു. കുഞ്ഞുങ്ങളോടൊപ്പം നമ്മൾ സഞ്ചരിക്കണം. ഒരു കുട്ടി ജീവിതത്തിൽ വിജയിക്കുന്നത് മാതാപിതാക്കളുടെ ഇടപെടലും ശിക്ഷണം കൊണ്ടാണ്. സ്കൂളിൽ അധ്യാപകർ പഠിപ്പിക്കുന്നത് ശരിയാണ്, ബാക്കി എല്ലാ സമയവും അവർ നമ്മോടൊപ്പമാണ് കഴിയുന്നത്. തെറ്റായ വഴികളിലൂടെ കുട്ടികൾ സഞ്ചരിച്ച് പോകുമ്പോൾ നമ്മൾ സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല. അവർ വളർന്ന് അവർ ജീവിതത്തിൽ ഒരു ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നവരെ നിരന്തരം അവരെ കൂടെ കൊണ്ടുപോകാനും പ്രോത്സാഹിപ്പിക്കാൻ രക്ഷിതാക്കൾ മുൻകൈയെടുക്കണം. എന്താ എനിക്ക് തോന്നുന്നു കേരളത്തിലെ എല്ലാ സ്കൂളിലും ഫിറ്റ്നസ് കിട്ടിയ ഏക മണ്ഡലം മിക്കവാറും ചെങ്ങന്നൂരായിരിക്കും. 7500 സ്കൂളിന് കേരളത്തിൽ ഫിറ്റ്നസ് കിട്ടിയിട്ടില്ല. ഫിറ്റ്നസ് ഇല്ലാത്ത സ്കൂളിലാണ് എല്ലാവരും പഠിക്കുന്നത്. പക്ഷേ ചെങ്ങന്നൂർ നമ്മൾ ഇടപെട്ടത് കൊണ്ട് മിക്കവാറും എല്ലാ സ്കൂളിലും ഈ സമയത്ത് തന്നെ ഫിറ്റ്നസ് നേടിയെടുക്കാൻ കഴിഞ്ഞു എന്ന നല്ല കാര്യമുണ്ട്. കാര്യമാണ് വാഹനത്തിൻ്റെ പ്രശ്നം. രക്ഷിതാക്കൾ നേരത്തെ മുതലേ ആവശ്യപ്പെടുന്ന പ്രശ്നമാണ്. ഈ വർഷം എൻ്റെ MLA ഫണ്ടിൽ നിന്ന് ചെറിയനാട് JB സ്കൂളിന് പുതിയ വണ്ടി വാങ്ങാൻ 25 ലക്ഷം രൂപ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു 3 മാസത്തിനകം നിങ്ങൾക്ക് ആ വാഹനം ഇവിടെ കിട്ടും. അത് തീരുമാനിച്ച് അയച്ചു കഴിഞ്ഞ കാര്യം സന്തോഷപൂർവ്വം അറിയിക്കും. ചെറിയനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകുമാരി മധു അധ്യക്ഷയായി. നവാഗതരായ വിദ്യാർത്ഥികളെ ചെങ്ങന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് N സുധാമണി സ്വീകരിച്ചു. ചെങ്ങന്നൂർ AEO H റീന പ്രവേശനോത്സവ സന്ദേശം നൽകി. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് G വിവേക് കുട്ടികൾക്കുള്ള പഠനോപകരണ വിതരണം നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് നിതിൻ ചെറിയാൻ, ചെറിയനാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീദ് മുഹമ്മദ്, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അബ്ദുൾ ജബ്ബാർ, വാർഡ് മെമ്പർ പുഷ്പ, SMC ചെയർമാൻ സൂര്യ S നായർ, അന്നമ്മ വർഗീസ് എന്നിവർ സംസാരിച്ചു. CDNet ന്യൂസ് മാവേലിക്കര.